ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. പിന്നെ നമുക്ക് ശുദ്ധ ധന്യാസി രാഗത്തിൽ ഒരു പാട്ടെടുക്കാം. മെല്ലെ മെല്ലെ മുഖപടം, അങ്ങനെ ഒരു പാട്ടെടുക്കുക. അതിൻ്റെ രാഗം ഏതാ, അതിൻ്റെ സ്കെയിൽ ഏതാണെന്ന് നോക്കുക. അതേസമയം കോഡ്സ്, അതിന് പറ്റിയ കോഡ്സ് പഠിക്കുക. പിന്നെ എയുടെ കോഡ്സൊക്കെ ഓർഡറായിട്ട് പഠിക്കുക. അപ്പോൾ ഈ പാട്ടിൻ്റെ ഇരിക്കുന്ന രാഗം ശുദ്ധ ധന്യാസി. അപ്പോഴേ ഇതിൻ്റെ സ്വരസ്ഥാനം നമുക്ക് നോക്കാം. ഷഡ്ജ, സാധാരണ ഗാന്ധാരം, ശുദ്ധ മധ്യമ, പഞ്ചമ, കൈഷി നിഷാദം, പഞ്ചമ, ഷഡ്ജ. ആരോഹണം അങ്ങനെ പോയി. അവരോഹണം ഷഡ്ജ, കൈഷി നിഷാദം, പഞ്ചമ, ശുദ്ധ മധ്യമ, സാധാരണ ഗാന്ധാരം, ഷഡ്ജ. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിത് സ്കെയിലായിട്ട് എടുക്കുമ്പോൾ നമ്മൾ പാട്ട് ലാൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആരംഭിക്കുന്നത് ജിയിലാണ്. ഇവിടുന്ന് ഇവിടം വരെ ഉണ്ട് പാട്ടിൻ്റെ ലെന്ത്. അപ്പോഴേ നമുക്ക് ഇതിനകത്ത് 2 ഫ്ലാറ്റ് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റ് ഉള്ളത് കൊണ്ട് ഏത് സ്കെയിലാണെന്ന് പറയാൻ സാധിക്കും. നമുക്ക് 2 രീതിയിൽ പറയാൻ സാധിക്കും. ഇത് ബി ഫ്ലാറ്റ് മേജർ സ്കെയിൽ എടുത്താലും ഈ 2 ഫ്ലാറ്റ് വരും. ജി മൈനർ സ്കെയിലിനും വരും ഇതുപോലെ 2 ഫ്ലാറ്റ്. പക്ഷേ ഈ പാട്ട് ഇവിടെ ലാൻഡിങ് നോട്ട്, ഇപ്പം നമ്മളിവിടെ ജിയിൽ ആരംഭിച്ചാലും ലാൻഡിങ് നോട്ട് വരുന്ന സിയിൽ. അപ്പോൾ ഇത് സി മൈനർ സ്കെയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയാകുമ്പോൾ സി മൈനറിന് 3 ഫ്ലാറ്റ് വരും. നമ്മളിവിടെ 2 ഫ്ലാറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എ എടുക്കുന്നില്ല. ഈ രാഗത്തിൽ ഡി ഇല്ല, അതായത് ഋഷഭവും ദൈവതവും ഇല്ല. അപ്പോൾ ഇവിടെ എ ഇല്ല. ഇത് ലാൻഡിങ് നോട്ട് ഇവിടെ വരുന്നത് കൊണ്ട് ഇത് സി മൈനർ സ്കെയിലാകാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് ഈ സി മൈനർ സ്കെയിലിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കീ പോകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും. പുതിയ കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുവെങ്കിൽ നിങ്ങൾക്കായിട്ട് സി, ഡി, ഇ ഫ്ലാറ്റ്, എ, ജി, എ ഫ്ലാറ്റ്, ബി ഫ്ലാറ്റ്, സി. അപ്പോഴേ ഇവിടെ നമുക്ക് ദൈവതം ഇല്ല. ഈ രാഗത്തിൽ കൂടി നമുക്ക് പാട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പാട്ട് ഒത്തിരി ട്രിപ്പിൾ നോട്ടുകൾ വരുന്നുണ്ട്, ഗ്രേസ് നോട്ട് ഒത്തിരി ഉണ്ട്, പെട്ടെന്ന് സൈലൻറ്റ് നോട്ട്, ചില നോട്ടുകൾ ഇങ്ങനെ വരും, അതിന് ശബ്ദമില്ല, ടൈം വാല്യൂ ഇല്ല, അങ്ങനെയുള്ള നോട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഈ പാട്ടൊന്ന് അടുത്ത് കാണിക്കാം. ആദ്യമായിട്ട് ഞാൻ ഓരോ ഫിംഗർ വെച്ച് എടുത്ത് കാണിക്കാം നിങ്ങൾ. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൻ്റെ കോഡ്സ് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ പാട്ട് ഇങ്ങനെ പോകുന്നു. പല്ലവി ഇങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ ഇടയൻ്റെ അങ്ങനെ പാട്ട്. പിന്നെ നമ്മൾ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങ് വെട്ടമെന്നൊരു ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ
ജസ്റ്റ് സിമ്പിളായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ നോട്ടുകളുണ്ട്. അപ്പോഴേ നിങ്ങൾ എടുക്കുമ്പോഴേ ഇത് കണ്ടോ, എവിടെ തൊട്ട് ആരംഭിക്കാൻ ചെയ്ത് കണ്ടോ, ഇതുണ്ട് ഒരു ഇങ്ങനെ ഓരോ നോട്ട് വെച്ച് എടുത്ത് വരുമ്പോഴേ ചിലപ്പോഴൊക്കെ തെറ്റാനും ചാൻസ് ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എങ്ങനെ എടുക്കുന്നു. പിന്നെ അത് കഴിയുമ്പോൾ ഇങ്ങനെ ഇതിനകത്ത് തന്നെയാണ് ഈ പാട്ടുള്ളത്. ഈ നോട്ടിൽ തന്നെ പാട്ടുണ്ട്. പക്ഷേ ഈ മ്യൂസിക്കിൽ ഓരോ ഫിംഗർ വെച്ച് എടുക്കുമ്പോഴേ ചിലപ്പോഴും അതിൻ്റെ ശരിയായ രീതി വരാൻ പറ്റത്തില്ല. കാരണം ചെറിയ നോട്ടുകൾ ഇങ്ങനെയുള്ള ചില ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിംഗർ വെച്ച് ഇങ്ങനെ കാണിക്കുമ്പോഴേ കുറച്ച് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്കിത് പഠിക്കാൻ വേണ്ടിയാണ് മിസ് ഇങ്ങനെ ഒരു ഫിംഗർ വെച്ച് കാണിക്കുന്നത്. എന്നിട്ട് കുട്ടികൾക്ക് തന്നെ പ്രയാസമാണെന്നാണ് കുട്ടികൾ പറയുന്നത്. എങ്ങനെ പിടിച്ചെടുക്കുമെന്ന് വെച്ചാൽ പല പ്രാവശ്യം കാണണം കേട്ടോ, അപ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ഇതിനെ എന്തൊക്കെ കോഡ്സ് പിടിക്കാമെന്ന് നോക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ വന്ന് ഇങ്ങനെയുള്ള നോട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ നമ്മൾ ഏതൊക്കെ നോട്ട്, ഇതിനകത്ത് 2 ഫ്ലാറ്റ് വരുന്നില്ലേ. നമുക്കപ്പോൾ സി മൈനർ കോഡ് എടുക്കുക. സി മൈനർ കോഡ് ഇപ്പോൾ ഇവിടെയാണ് എൻ്റെ ലെഫ്റ്റ് എടുക്കേണ്ടത് കേട്ടോ. മിസ് അപ്പോൾ ഇവിടുത്തെ ഇത് കാണിച്ചാൽ ഇതുണ്ടോ, ഈ ഫ്ലാറ്റ് പിടിക്കുക, സിയിൽ പിടിക്കുക, ജിയിൽ പിടിക്കുക. അപ്പോൾ നമ്മൾ വന്ന് ജി മൈനർ കോഡ് എടുക്കുക. അപ്പോഴും ആ പാട്ടിൻ്റെ ഒരു സൗണ്ട് വരുന്ന കണ്ട. ഇനി നമുക്കുണ്ടല്ലോ ഇത് കണ്ടോ, ഈ 2 ഫ്ലാറ്റ് ഉണ്ടല്ലോ, ജി ഉണ്ടല്ലേ. നമുക്കപ്പോൾ ഈ ഫ്ലാറ്റ് മേജർ കോഡ് പിടിക്കാം കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ F7 എടുക്കാം. നമുക്ക് ഉണ്ടോ F7 നമ്മളിങ്ങനെ എടുക്കും. ഇത് കണ്ടോ, ഇതിനകത്ത് F ഉണ്ടല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ F7 എടുക്കാം. F, ഈ ഫ്ലാറ്റ്, സി, എ. F7 കേട്ടോ, F7 നമ്മൾ F7 എടുത്തു. ഇനി നമുക്ക് വന്ന് ഈ ഫ്ലാറ്റ് 6 എടുക്കാം. ഈ ഫ്ലാറ്റ് 6 എങ്ങനെ എടുക്കും, സിയെ പിടിക്കുക, ഈ ഫ്ലാറ്റെ പിടിക്കുക, ബി ഫ്ലാറ്റെ പിടിക്കുക, ജിയിൽ പിടിക്കണ്ട. അപ്പോൾ ഈ പാട്ട് ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ പാട്ടിൻ്റെ ഒരു ഇത് വരുന്ന കണ്ടോ, ആ പാട്ടിൻ്റെ ഒരു ഫീൽ അവത്തി വരുന്നുണ്ട്. അപ്പോൾ ഈ കോഡ്സ് കൊണ്ട് ഉദ്ദേശിച്ച് ഇപ്പോൾ എനിക്ക് പലരും ചോദിച്ചു ഈ കോഡ്സ് എന്തിനാണ് പിടിക്കുന്നത്, കോഡ്സ് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ നിങ്ങൾ വന്ന് ക്ലാസ് ആയിട്ട് എടുക്കാൻ നോക്കുക. നിങ്ങൾ നമ്മൾ ഇത്രയും സമയം കൊണ്ട് ഇതെല്ലാം കൂടി കാണിച്ചു തരുമ്പോഴേ മനസ്സിലാക്കി തരാൻ പ്രയാസമുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ ഒത്തിരി ആയിട്ട് തോന്നും. ഇത് തന്നെ ഈ പാട്ടെടുക്കാൻ തന്നെ ഇപ്പോൾ ഓരോ നോട്ടിലും പിടിച്ച് കാണിക്കുമ്പോൾ തന്നെ സമയം എടുക്കുന്ന കണ്ടോ. അതുകൊണ്ട് മിസ്സിനെ വിളിക്കുക, അങ്ങനെയൊക്കെ അറിയാൻ കൂടുതൽ ആഗ്രഹമുള്ളവർ വിളിക്കുക കേട്ടോ. ഇപ്പോഴും നമുക്ക് വന്ന് ബോർഡിൽ മിസ് A7 കോഡ് എഴുതിയിട്ടുണ്ട്, അല്ല A ഫ്ലാറ്റ് 7 എഴുതിയിട്ടുണ്ട്. A ഫ്ലാറ്റ് 7 കോഡ് നമ്മൾ എങ്ങനെ പിടിക്കുന്നത്, ഈ ഫ്ലാറ്റിൽ പിടിക്കണം, സിയിൽ പിടിക്കുക, ജി A ഫ്ലാറ്റിൽ പിടിക്കുക, ജി ഫ്ലാറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ F ഷാർപ്പിൽ കൈവയ്ക്കും, ജി ഫ്ലാറ്റ് എന്ന് പറയാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് അത് പിടിക്കുന്നത്. അതേസമയം A ഫ്ലാറ്റ് 7/3 നോട്ട് വെർഷൻ എന്നിട്ട് അങ്ങനെ വന്നാൽ നമ്മൾ ഈ ഫിംഗർ ഇങ്ങനെ എടുക്കുക. അതെങ്ങനെ ചുമ്മാ എടുത്ത് മാറ്റരുത്, ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ ഇത് വന്ന് A7 ഫ്ലാറ്റ് 3 നോട്ട് വെർഷൻ ഇങ്ങനെ വരും. പക്ഷേ A7 ഫ്ലാറ്റ് ആവുമ്പോൾ ഇങ്ങനെ എടുക്കും കണ്ടോ. A7 ഫ്ലാറ്റ് ഇങ്ങനെ എടുത്തു,
A7 ഫ്ലാറ്റ് 3 നോട്ട് വേർഷൻ ആണെങ്കിൽ നമ്മളിങ്ങനെ എടുത്തു. അപ്പോൾ ഈ കോഡുകളൊക്കെയാണ് ഈ കോഡ് നമ്മൾ ഓർഡറായിട്ട് പഠിക്കുന്ന കോഡാണ്. ഇത് ഈ പാട്ടിൻ്റെ കോഡല്ല കേട്ടോ. ഈ പാട്ടിൻ്റെ കോഡ് നമ്മൾ മിസ് പറഞ്ഞ ഇതൊക്കെ തന്നെ. സി മൈനർ, ഇ ഫ്ലാറ്റ്, സി, ജി പഠിക്കുമ്പോൾ സി മൈനറായി. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഇത് പിടിക്കുമ്പോൾ ഈ ഫ്ലാറ്റ് മേജർ വന്നു. ഇതിങ്ങനെ പിടിക്കുമ്പോൾ എ ഫ്ലാറ്റ് 6 വന്നു. ഒരു സി കൂടി ആഡ് ചെയ്യുമ്പോൾ എ ഫ്ലാറ്റ് 6 വരും. അല്ല, എ ഫ്ലാറ്റ് അല്ല, ഇ ഫ്ലാറ്റ് 6 വരും. അപ്പം F7 പഠിക്കും. ഇത് രണ്ടും കൂടി പിടിച്ചു, ഇവിടെ പിടിച്ചു, ഇത് പഠിച്ചു. അപ്പം ഇങ്ങനെയുള്ള പാട്ടൊക്കെ ഈ പാട്ടിൻ്റെ ഒരു ഫീൽ അകത്ത് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബോർഡിലേക്ക് നോക്കാം. എ ഫ്ലാറ്റ് 7 നമ്മൾ എയുടെ കോഡ്സ് ഓർഡറായിട്ട് പഠിക്കുകയാണ്. എ ഫ്ലാറ്റ് 7. അപ്പോൾ മിസ് പറഞ്ഞപ്പോൾ A7 ഫ്ലാറ്റ് എന്നാണ് പറഞ്ഞതെന്നാണ് തോന്നണം കേട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്തേക്കണം കേട്ടോ. എ ഫ്ലാറ്റ് 7 എന്തൊക്കെയാണ് നമ്മൾ പിടിച്ച് കാണിച്ചത്? ഇ ഫ്ലാറ്റ് പിടിച്ച് കാണിച്ചു, ഇ, സി, എ ഫ്ലാറ്റ്, ജി ഫ്ലാറ്റ് 1 to 4 5. എ ഫ്ലാറ്റ് 7 ആണ് കേട്ടോ. ഇവിടെ 7 ഇടാൻ മിസ് മറന്നു പോയിട്ടുണ്ട്. എ ഫ്ലാറ്റ് 7 എഴുതിയിട്ടുണ്ട് കേട്ടോ. എ ഫ്ലാറ്റ് 7. അപ്പോൾ ഇത് വന്ന് എ ഫ്ലാറ്റ് 7 3 നോട്ട് വെർഷൻ വിത്ത് 5th ഒപ്ലിറ്റഡ് എന്നാണ് കേട്ടോ. ഇത് എഴുതിയിരിക്കുന്നത് കണ്ടോ. ഇത് നിങ്ങൾ വായിക്കുക കേട്ടോ. ഇതെല്ലാം കൂടി പറയാവുന്ന സമയത്ത് സമയം പോകുന്നതുകൊണ്ടാണ് മിസ് ഷോർട്ടായിട്ട് എ ഫ്ലാറ്റ് 7 3 നോട്ട് വേർഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ വിത്ത് 5th ഒപ്ലിറ്റഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എങ്ങനെയാണ് നമ്മളെടുത്തത്. ഇവിടെ ഒരു ഇ ഉണ്ടായിരുന്നല്ലേ, ഇവിടെ ഒരു ഇ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അത് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട്. 1 3 4 ആണ് ഇതിൻ്റെ ഫിംഗർ നമ്പർ. ഇതിൻ്റെ ഫിംഗർ നമ്പർ 1 2 4 5. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനുള്ള ഇതാണ്. ഇത് നിങ്ങൾ എഴുതി വയ്ക്കുന്നത് നിങ്ങൾക്ക് ഉപകരിക്കും. ഒരു മ്യൂസിഷ്യൻ ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഉപകരിക്കും. ഇതെല്ലാം നിങ്ങൾ പഠിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ സംശയമുള്ളൊരു മിസ്സിനെ വിളിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് മുടങ്ങാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാവും. പെട്ടെന്ന് വന്നൊരെണ്ണം കാണുമ്പോഴാണ് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിന് വീണ്ടും നമുക്ക് കാണാം. എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.